നമസ്കാരം, ഞാൻ മൃണാൾ. കാസർഗോഡ് ജില്ലയിലെ പെരിയാണിത്. ഇവിടെ വലിയൊരു തെയ്യം കെട്ട് മഹോത്സവം നടക്കുകയാണ്. പതിനഞ്ച് സംവത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പെരിയ ചാണവളപ്പ് തറവാട്ടിൽ ശ്രീ വയനാട്ടുകുലവൻ ദൈവം കെട്ട് മഹോത്സവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങളും നാട്ടുകാരും തറവാട്ട് അംഗങ്ങളും പ്രത്യേകം താല്പര്യമെടുത്ത് ഇതിനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രീ വയനാട്ടുകുലവൻ ദൈവത്തിൻ്റെ ഐതിഹ്യം വളരെ പ്രസിദ്ധവും സമ്പന്നവുമാണ്. തൃത്തുടമയിൽ നിന്നുദ്ഭവനാകിയ ദിവ്യൻ മധുമരമേറിട്ടുദ്ധരണം ചെയ്ത് ഉത്തമതരമാം പാത്രമതിങ്കിൽ നിറച്ചുകൊടുത്തു മദ്യം മദനവിരോധി മഹേശൻ എന്നാണ് തോറ്റം പാട്ടുകളിൽ വയനാട്ടുകുലവൻ ദൈവത്തിൻ്റെ മഹിതമായ പാരമ്പര്യത്തെക്കുറിച്ച്, ഐതിഹ്യത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളത്. ആദ്യത്തെ ദിവസം 15-ാം തീയതി തറവാട്ട് ധർമ്മദൈവങ്ങളും പിറ്റേ ദിവസം തെയ്യംകെട്ട് മഹോത്സവത്തിൻ്റെ അതിൻ്റെ ആരംഭം കുറിക്കാനുള്ള ചടങ്ങുകളും, തുടർന്ന് 17-ാം തീയതി തെയ്യംകെട്ട് മഹോത്സവത്തിൻ്റെ മർമ്മപ്രധാനമായ ചടങ്ങായ ബപ്പിടൽ ചടങ്ങും. കണ്ടനാറുകുളം ദൈവത്തിൻ്റെ ഇപ്പോൾ പുറപ്പാട് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. പിന്നെ ഉറഞ്ഞതിന് ശേഷം ബോനം കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞാൽ ബപ്പിടൽ ചടങ്ങാണ്. ഈ പ്രധാനപ്പെട്ട കാണാനാണ് ഇത്രയും ഭക്തന്മാർ ഇവിടെ വന്നെത്തിയിട്ടുള്ളത്. ബപ്പിടൽ ചടങ്ങ് കഴിഞ്ഞാൽ ഈ ദേവൻ അസ്തമിച്ച ശേഷം പിന്നെ വിഷ്ണുമൂർത്തിയുടെ തടങ്ങൽ. വയനാട്ടുകുലവന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ആദിപറമ്പൻ കുഞ്ഞാലി എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബോനം കൊടുക്കൽ ചടങ്ങ് നമുക്ക് ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കാണാൻ കഴിയും. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആദിപറമ്പനിൽ നിന്ന് ആരംഭിച്ച ആ ഐതിഹ്യപ്പെരുമ ഇപ്പോഴും മാടായി നഗരെ എന്ന മഹത്തായ വരമൊഴിയിലൂടെ ശ്രീ കണ്ടനാർകേളൻ ദൈവവും ശ്രീ വയനാട്ടുകുലവൻ ദൈവവും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗുരുദൈവനുടനുമപ്പോൾ അഗ്നികുണ്ടലത്തിരലായി നാടിയമ്പും ശ്രീ കണ്ടനാർകേളത്തിന്റെ വെള്ളാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീ കണ്ടനാർകേളൻ ദൈവത്തിന്റെ വെള്ളാട്ടം ഇനിയുള്ള വിശ്വാസത്തോടെ എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. ശ്രീ കണ്ടനാർകേളൻ ദൈവം ഈ തെയ്യംകെട്ടിനോടനുബന്ധിച്ച് 10,000-കണക്കിന് പേർക്കുള്ള അന്നദാനമുണ്ട്. പെരിയ പുലിഭൂ ദേവസ്ഥാനത്തിൻ്റെ 4 പ്രാദേശിക സമിതിയും അതേപോലെ ഇതിൻ്റെ ഈ ക്ഷേത്രേശ കുടുംബമായ പെരിയ തറവാട്ടിൽ നിന്ന്, അതുപോലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന്, ദേവാലയങ്ങളിൽ നിന്ന്, പിന്നെ എല്ലാ അമ്പലങ്ങളിൽ നിന്ന്, അങ്ങനെയെല്ലാം കഴകങ്ങളിൽ അങ്ങനെയെല്ലാം കൂടിയിട്ടാണ് ഈ കലമുറ നടക്കൽ. നാട്ടുകാരുടെ ഒത്തൊരുമ കാണണമായിരുന്നു അവിടെ. 10,000-കണക്കിന് പേർക്കുള്ള അന്നദാനത്തിനുള്ള കൂട്ടങ്ങൾ ഒരുക്കുക, അത് കൃത്യമായി വേണ്ട സമയത്ത് വിളമ്പുക, അങ്ങനെയുള്ള മൊത്തം കാര്യങ്ങൾ ചെയ്തെടുക്കുക എളുപ്പപ്പണിയല്ല എന്ന് നമുക്കൊക്കെ അറിയാലോ. പക്ഷെ അവരത് ചെയ്യുന്ന കണ്ടാൽ വളരെ ആയാസരഹിതമായ ഒരു ജോലി പോലെയാണ്. ഈ ദൈവകെട്ട് മഹോത്സവം ഒരുപാട് ആൾക്കാരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് പെരിയ ചാണവളപ്പ് തറവാട്ട് തെയ്യംകെട്ട് നമ്മൾ ഇന്നേ വരെ ദർശിക്കാത്ത ഒരു വലിയ ജനസാഗരം ഇവിടെ നമുക്ക് ദർശിക്കാൻ പറ്റി. ചോറ്, സാമ്പാർ, ഒരു മുളൂശ്യം, പിന്നെ അച്ചാറ്, അതിന് പുറമെ പന്നിയിറച്ചി. ഇതാണ് ഇന്നത്തെ അന്നദാനത്തിനുള്ളത്. നമ്മൾ തന്നെ പ്ലേറ്റ് എടുക്കുന്നു, പോയി വാങ്ങുന്നു, ചെന്നിരുന്ന് കഴിക്കുക,
വെള്ളമൊക്കെ അവർ ഒഴിച്ചു തരും. കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പാത്രം കഴുകി വെക്കുക. ഇതാണ് ഇവിടുത്തെ ഏർപ്പാട്. ഇവിടെ വന്നിത് കഴിക്കുന്നത് വരെ ഞാനത് വിശ്വസിച്ചില്ല. അമ്പലത്തിൽ വരെ തേത്തിനടുത്ത് പന്നിയിറച്ചി എന്ന് പറയുമ്പം നല്ല അസല് പന്നിയുടെ ഫാറ്റ്. അവിടെ കേട്ടെ വിശക്കുന്നു. കൂടുതൽ ചേരൂല, ഇത് കൊഴുപ്പാ. ഇത് പ്രോപ്പർ പന്നിയുടെ ഫാറ്റ്. അത് കണ്ടോ, ഈ ഇറച്ചിയുടെ പീസ് വളരെ കുറവാണ്. അതാണ് ഇതിൻ്റെ ടേസ്റ്റും. സാറേ ഇതിനെ വേണേ മൊളൂഷ് എന്ന് പറയാം, ഞങ്ങളുടെ നാട്ടിൽ മൊളീഷ് എന്ന് പറയും. കൂട്ടുകറി ലൂസായ പോലെ കാണും. ഇതിൻ്റെ എല്ല് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത ഇത്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് KSRTC കയറിയിട്ട് ഈ വഴിക്കാണ് പോവുക. എൻ്റെ വീട്ടിൽ നിന്ന് 50 കിലോമീറ്റർ കോളേജിലേക്ക്. ഏകദേശം എൻ്റെ നടുവിലേത്. ഇത്രയും കാലമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതങ്ങനൊരു ഉപായത്തിലുള്ളൊരു കറി ഒന്നുമല്ല. കേരളത്തിലെ ഏത് ഭയങ്കര നന്നായിട്ട് പന്നിയിറച്ചി വെക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് വെച്ചാലും, അല്ലെങ്കിൽ ഒരു വീട്ടിൽ കാലങ്ങളായിട്ട് പന്നിയിറച്ചി വെക്കുന്ന, നൂറ്റാണ്ടുകളായിട്ട് തലമുറകളായിട്ട് കൈമാറി വന്ന റെസിപ്പീസുള്ള വീട്ടിൽ വെച്ചാലും അതിനോട് കിടപിടിക്കുന്ന സാധനം ഇത്.